മാറിവരുന്ന തൊഴിൽ സാധ്യതകളെക്കുറിച്ചും വിവിധ കോഴ്സുകളെക്കുറിച്ചും വിദ്യാഭ്യാസ ജില്ലാടിസ്ഥാനത്തിൽ മിനി ദിശ എന്ന പേരിൽ ഉന്നത വിദ്യാഭ്യാസ പ്രദർശനം നടത്തുമെന്ന് സംഘാടകർ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൗൺസിലിംഗ് സെൽ വിദ്യാർത്ഥി കേന്ദ്രീകൃത പദ്ധതിയുടെ ഭാഗമായാണ് പ്രദർശനം. ഈ മാസം 6, 7 തീയതികളിൽ കണ്ണൂർ ഗവൺമെന്റ് ടൗൺ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി നടക്കുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയുടെ സ്റ്റാളുകൾ പ്രദർശനത്തിലുണ്ടാവും. വിദ്യാർത്ഥികളുടെ അഭിരുചി മനസ്സിലാക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൗൺസിലിംഗ് സെൽ പ്രത്യേകമായി തയ്യാറാക്കിയ തികച്ചും സൗജന്യമായ KDAT പരീക്ഷയിൽ പങ്കെടുക്കാൻ കുട്ടികൾക്ക് അവസരമുണ്ടാകും. മിനി ദിശയുടെ ഉദ്ഘാടനം 6 രാവിലെ 10 മണിക്ക് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും സമാപന സമ്മേളനം 7 വൈകിട്ട് 3 മണിക്ക് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ പറഞ്ഞു. വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് വിദഗ്ധരായ കരിയർ ഗൈഡുമാർ വിവിധ സെഷനുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ വിദ്യാഭ്യാസ ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഈ ദിശയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ പ്രത്യേകം ഇതിൻ്റെ പ്രധാനമായ 3 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് കരിയർ സ്റ്റാളുകളാണ്. നേരത്തെ വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ് അധീനതയിലും അതുപോലെ പൊതുമേഖലയിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തികച്ചും ഗവൺമെൻറ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ മാത്രം പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് കേരള സംസ്ഥാനത്ത് ഇതുപോലൊരു ദിശ നടക്കുന്നത്. മറ്റൊരു സംസ്ഥാനത്തും ഗവൺമെൻറ് മേഖലയിൽ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ ഫണ്ടോടുകൂടി ഈ രീതിയിലുള്ളൊരു എക്സിബിഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. വാർത്താസമ്മേളനത്തിൽ കൺവീനർ ഡോക്ടർ KR രാജേഷ് ബാബു, കണ്ണൂർ ഗവൺമെന്റ് ടൗൺ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ V. ശ്രീജ, R. ശ്രീജ, K. പ്രേമരാജൻ, T. ജിതേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.